മരണമാസ് നമ്മുടെ മലയാളത്തിലെ ക്ലാഷ് റിലീസിലെ മൂന്നാമത്തെ പടം ഇന്നലെ തന്നെ നമ്മൾ സെക്കൻഡ് ഷോ കയറി കണ്ടു. ഇന്നലെ വന്നിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല, കാരണം ആകെ വയ്യാണ്ടായി, കണ്ണൊക്കെ ബൾബായി, ഉറങ്ങാണ്ട് രാവിലെ 7 മണി തൊട്ട് തുടങ്ങിയ ഓട്ടമായിരുന്നു. അപ്പോൾ ആകെ ക്ഷീണമായിട്ട് മരണമാസം കഴിഞ്ഞ് വന്നിട്ട് തന്നെ ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ നമ്മൾ രാവിലെ എന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ റിവ്യൂ ചെയ്യണത്. മരണമാസ് ടോവിനോ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ടോവിനോ മാത്രമല്ല, 4 പ്രൊഡ്യൂസർമാരുണ്ട്. അതിൽ മെയിൻ പ്രൊഡ്യൂസർ ടോവിനോ, ബേസിൽ ജോസഫാണ് നായകൻ. അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ, കൺവിൻസിങ് സ്റ്റാർ സുരേഷ് ഏട്ടൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അയാം കാതലിലൊക്കെ അഭിനയിച്ച പെൺകുട്ടി, അവളാണ് ഇതിൽ നായിക. പിന്നെ നമ്മുടെ നാന്താൻ കേസുള്ള ആ മെലിഞ്ഞിട്ടുള്ള പുള്ളി ഇതിലും ഒരു മെയിൻ റോളാണ് ചെയ്തിരിക്കുന്നത്. പേരറിയില്ല പുള്ളിയുടെ. പുള്ളിയാണ് ഇതിലെ സൈക്കോ കില്ലർ എന്ന് പറയുന്ന ഒരു സംഭവം. അത് പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രോമാഞ്ചത്തിലൊക്കെ അഭിനയിച്ച പുള്ളി, ഉള്ള പേര് എനിക്ക് അങ്ങനെ അറിയില്ല. ഇവരാണ് മെയിനായിട്ട് സിനിമയിലെ ക്യാരക്ടേഴ്സ്. എല്ലാം കൊണ്ടും ഒരു വൈബ് പടം. ഞാൻ നന്നായി ഇന്നലെ ചിരിച്ചു സിനിമ കണ്ടിട്ട്. ഈ സിനിമയ്ക്കകത്ത് കഥാപരമായിട്ട് വലിയ പരിപാടി ഒന്നുമില്ല. കഥയിലൊന്നും ഒരു ലോജിക്കോ അല്ലെങ്കിൽ ഒരു സംഭവങ്ങളോ ഈ സിനിമയ്ക്കകത്ത് ഇല്ല. കഥയുടെ ലോജിക്ക് നോക്കി പോകാനാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ കളിക്കുന്ന തിയേറ്ററിൻ്റെ പരിസരത്തേക്ക് പോകണ്ട. കഥയുടെ ലോജിക്കൊന്നും നോക്കാതെ മനസ്സ് തുറന്ന് ചിരിക്കുക, കോമഡി മാത്രം കണ്ട് ആസ്വദിക്കുക, ആ ഒരു മൈൻഡാണെങ്കിൽ നേരെ തിയേറ്ററിലേക്ക് വിട്ടോ ഒരു വൈബ് പടം തന്നെയാണ് മരണമാസം. അതായത് ഇപ്പം ഞാൻ ഇന്നലെ സിനിമ കണ്ടത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ സെക്കൻഡ് ഷോ ആയിരുന്നു. ഗിരിജയിൽ ഏകദേശം 500-ൻ്റെ അടുത്തേക്ക് സീറ്റുകൾ, 490 സീറ്റ് അങ്ങനെ ഉണ്ട് ഗിരിജയിൽ. ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വൈബ് വേറെ ആയിരുന്നു. അടിപൊളി വൈബായിരുന്നല്ലേ ഞാൻ കണ്ട ഷോ. അത് ഹൗസ്ഫുൾ ഷോയിൽ ഇരുന്ന് കണ്ടപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ആ സിനിമ ഒന്ന് വൈബായി. അതുപോലെ തന്നെ നല്ലൊരു തിയേറ്ററിൽ അത്യാവശ്യം കുറച്ച് സീറ്റൊക്കെ ഉള്ള തിയേറ്ററിൽ ഹൗസ്ഫുൾ ഷോയിലൊക്കെ ഇരുന്ന് കണ്ട എല്ലാവർക്കും ഈ സിനിമ ആസ്വദിക്കാം. ഫാമിലിക്കായാലും കുട്ടികൾക്കായാലും യങ്സ്റ്റേഴ്സിനായാലും ഈ കഥയുടെ ലോജിക്കൊന്നും നോക്കാതെ നമ്മൾ കോമഡി മാത്രം നോക്കിയാൽ നമുക്കൊന്ന് ചിരിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് മരണമാസം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ സിനിമയിലെ സ്കോറുകൾ, പാട്ടുകളും സ്കോറുകളൊക്കെ നന്നായിട്ടുണ്ട്. ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഒരു രാത്രി നടക്കുന്ന സംഭവങ്ങളാണ്. അതൊക്കെ ആദ്യത്തെ കുറേ സീനുകളൊക്കെ വൻ പോയി. ബേസിലിൻ്റെ ഇൻട്രോ, നമ്മുടെ മെർസലിലെ വിജയണ്ണൻ്റെ ഇൻട്രോ ആ സാധനമാണ്. ആ ഒരു മോഡല് അനുകരിച്ച് അതൊക്കെ അടിപൊളിയുണ്ട്. പിന്നെ ബേസിലിൻ്റെ റൂമിൽ കാണിക്കുന്ന ചില സാധനങ്ങളുണ്ട്. നമ്മുടെ വിജയുടെ ഫോട്ടോ, പിന്നെ നമ്മുടെ ഉഡിയൻ്റെ ലാലേട്ടനെ പറ്റൊരു പ്രതിമയില്ല, ഇതിങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിമ, ആ സാധനമൊക്കെ റൂമിൽ നല്ല രസമാണ് തിയേറ്ററിലിരുന്ന് കാണാൻ. അത് ഒരു വൈബ് പടമായിരുന്നു മരണമാസം. കുറച്ച് റെഫറൻസുകളുണ്ട്. പിന്നെ നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷേട്ടൻ്റെ ഒരു സാധനമുണ്ട്. സുരേഷേട്ടൻ, പിന്നെ സുരേഷേട്ടൻ്റെ ഭാര്യയായിട്ട്, അതായത് കാണിക്കണില്ലേ ഫോട്ടോ, പുള്ളിയുടെ കല്യാണം ഉറപ്പിച്ചു തന്നിട്ട് പുള്ളിയുടെ ഭാര്യ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു പെണ്ണിൽ തടിച്ചിട്ട് തെറിക്കും. അയ്യോ, അതിന് വോയിസ് ഒക്കെ ഉണ്ട്, ഫോൺ വിളിക്കുമ്പോൾ അതിന് വോയിസ് ഒക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ നല്ല ഓളായിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു സാധനമുണ്ട്, നമ്മുടെ സുരേഷേട്ടൻ്റെ എന്നാൽ നീ കില്ലർ പറഞ്ഞ് മനസ്സിലാക്കുന്നൊരു സാധനം. നല്ല രസമായിരുന്നു തിയേറ്ററിൽ കാണാനായിട്ട്. എല്ലാം കൊണ്ടൊരു ഒരു വൈബ് പടം. അങ്ങനെയാണ് എനിക്ക് മരണമാസം തോന്നിയത്. കാണാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ കണ്ടോ. ഞാൻ വീണ്ടും പറയുന്നു, ഈ കഥയുടെ ലോജിക്ക് തേങ്ങ മാങ്ങ നോക്കിയിട്ടൊക്കെയാണ് നിങ്ങൾ സിനിമ കാണണമെങ്കിൽ നിങ്ങൾ ഈ തിയേറ്ററിൻ്റെ പരിസരത്തേക്ക് പോകണ്ട. അല്ലാതെ ഒരു നോർമലായിട്ട് കോമഡി മാത്രം കണ്ട് ഒന്ന് ചിരിച്ച് റിലാക്സ് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളൊന്ന് മരണമാസം കണ്ടു നോക്ക്.